നമസ്കാരം. പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകളെ അധിക്ഷേപിച്ച് CPM നേതാവ്. CPM സുരഭി വെസ്റ്റ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ജോബിഷ് ജോർജാണ് പെൺകുട്ടിക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയത്. കഴിഞ്ഞ ദിവസം അജീഷിന്റെ വീട് സന്ദർശിച്ച മന്ത്രിമാരുടെ മകൾ പൊട്ടിത്തെറിച്ചിരുന്നു. ഇതേക്കുറിച്ച് കർഷക സംഘടനയായ കിഫ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് ചുവട്ടിലാണ് കുട്ടിയെ അധിക്ഷേപിച്ച് ജോബിഷ് ജോർജ് കമന്റ് ഇട്ടത്. വിഷയത്തിൽ കമന്റിട്ട CPM നേതാവിന് ചുട്ട മറുപടിയുമായി കിഫ രംഗത്തെത്തുകയും ചെയ്തു. ഇയാളെ മനുഷ്യനെന്ന് വിളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നും കിഫയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കിഫയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: നരാധമ, നീ ജനിക്കാതിരുന്നെങ്കിൽ. വളരെയേറെ ആത്മരോഷത്തോടെയാണ് ഇങ്ങനൊരു കുറിപ്പ് എഴുതുന്നത്. കിഫയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നേരിട്ടും അല്ലാതെയും വരുന്ന പ്രകോപനപരമായ അഭിപ്രായങ്ങൾക്ക് പൊതുവെ കിഫ മറുപടി കൊടുക്കാറില്ല. മറിച്ച് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായി ഇന്ന് ഒരു മനുഷ്യൻ, ഇയാളെ മനുഷ്യനെന്ന് വിളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. മനുഷ്യത്വത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് എഴുതിയ ഒരു അഭിപ്രായത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമായി തോന്നുന്നു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിക്കാൻ മന്ത്രിമാർ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അൽന മന്ത്രിമാരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെ ജോബിഷ് ജോർജ് എന്ന പുൽപ്പള്ളിക്കാരനായ ഒരു മനുഷ്യൻ എഴുതിയ അഭിപ്രായവും അയാളുടെ ചിത്രവുമാണ് ഈ പോസ്റ്റിനൊപ്പം കൊടുത്തിരിക്കുന്നത്. കിഫയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും അതിലുപരി CPI സുരഭി വെസ്റ്റ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നുമാണ്. ഇയാളുടെ മനുഷ്യത്വരഹിതമായ മനസ്സ് പുൽപ്പള്ളിക്കാരുൾപ്പെടുന്ന പൊതുജനം അറിയണമെന്ന് കിഫയ്ക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇയാളെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇയാളെ ഇനി ഏത് രീതിയിൽ കാണണമെന്നും ഇയാളോട് ഏത് രീതിയിൽ ഇടപെടണമെന്നും നമ്മുടെ പ്രിയ അജീഷിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളും നാട്ടുകാരും തീരുമാനിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചൂടും ചൂരുമേറ്റാണ് ഇയാൾ വളരുന്നതെങ്കിൽ പുകൾപ്പെട്ട പ്രസ്ഥാനമേ നിന്റെ കടക്കൽ കത്തിവയ്ക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 10 ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അജീഷ് ആനയുടെ മുന്നിൽപ്പെട്ടത്. രക്ഷപ്പെടുന്നതിനിടയിൽ ജോമോൻ എന്നയാളുടെ വീട്ടിലേക്ക് ചാടിക്കയറുന്നതിനിടയിലാണ് അജീഷ് നിലതെറ്റി വീണത്. പിന്നാലെ പാഞ്ഞെടുത്ത കാട്ടാന ബേലൂർ മഗ്ന വീടിന്റെ മതിലും ഗേറ്റും പൊളിച്ചു കയറി അജീഷിനെ ചവിട്ടുകയും ചെയ്തു. പിന്നാലെ എത്തിയ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട് സന്ദർശിക്കാൻ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, MP രാജേഷ്, K രാജൻ എന്നിവർ എത്തിയപ്പോഴായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. ഇതിനിടയിലാണ് അജീഷിന്റെ മക്കൾ തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചത്. 10 ദിവസമായി ഇതുവരെ ഈ ആനയെ വെടിവെക്കാൻ സാധിച്ചിട്ടില്ല സർക്കാരിന്. മനുഷ്യന് പുല്ലുവിലയാണ് സർക്കാർ കൽപ്പിക്കുന്നതെന്നായിരുന്നു മകൾ അൽന പറഞ്ഞത്. ഇനി മനുഷ്യരൊന്നും വോട്ട് ചെയ്യണ്ടല്ലോ, മൃഗങ്ങൾ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് കൊല്ലപ്പെട്ട അജീഷിന്റെ മകൻ അലന്റെ ചോദ്യത്തിന് മുന്നിലും മന്ത്രിമാർ നിശബ്ദരായി. ബീഡിപ്പടക്കം കൊണ്ട് ആനയെ ഓടിക്കാൻ സാധിക്കുമോ എന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻ മന്ത്രിമാരോട് ചോദിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും പരാതികൾ ഉന്നയിച്ചു. കർണാടകയിൽ നിന്നെത്തിയ ആനയെ പിടികൂടാൻ ദിവസങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിൽ നടപടി വേണം. മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾക്ക് കാട് കയറേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഉദ്യോഗസ്ഥരെ കണി കാണാൻ കിട്ടാറില്ല. ഈ അവസ്ഥ തുടർന്നാൽ ഇനി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങൾ തന്നെ കൊല്ലും. കുരങ്ങൻ്റെയും കാട്ടാനയുടെയും വോട്ട് വാങ്ങിയല്ലോ നിങ്ങൾ സഭയിലെത്തിയത്, മനുഷ്യരുടെ വോട്ട് വാങ്ങിയല്ലേ. ജനങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്നവർ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു.